So hello guys, welcome to my channel and ഞാനൊരു മിത്ത് ട്രൈ ചെയ്യാൻ പോവാണ്. അതും 5 ഹാക്സും പിന്നെ 5 ഗൂഗിൾ മിത്സും. സോ നമുക്ക് പോവാം. സോ നമ്മളെ ഫസ്റ്റ് മിത്താണ് ഈ എന്താ പറയുക, വൈറ്റ് ഗ്ലൂടെ ബോട്ടിൽ എടുത്തിട്ട് പിന്നെ അത് എന്താ പറയുക കഴുകുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ വെള്ളം ഇപ്പം പോകണല്ലേ കഴുകുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പോൾ ഫസ്റ്റ് മിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉൾട്ട ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് വെള്ളം വരില്ല. അത് കാണിച്ചു തരാം. ആദ്യം നമ്മളിത് എടുത്തിട്ടുണ്ട് ഗായ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിലിടാം. ഓക്കെ, സോ വെള്ളത്തിൽ നിറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഗായ്സ് ഇത് ഞാനാണ് ഗായ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഇത് ചെയ്യാം. സോ ഗായ്സ് ഇതാണ് മിത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്യും. കുറച്ച് വെള്ളം പോവും, അത് കഴിഞ്ഞിട്ട് പോവില്ല ഗായ്സ്. നോക്കൂ ഗായ്സ്, ഇതാണ് ഫസ്റ്റ് മിത്ത്. ഇനി സെക്കൻഡ് മിത്ത് നമ്മൾ കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ഫസ്റ്റ് മിത്ത്. വെള്ളമുണ്ട് ഗൈസ്, ഇതിൽ കണ്ടോളൂ. അപ്പോൾ ഗൈസ് അതായിരുന്നു ഫസ്റ്റ് മിത്ത്. സെക്കൻഡ് മിത്തിലേക്ക് പോവാം. സോ ഗൈസ് നമ്മൾ ഫസ്റ്റ് മിത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് മിത്തിലേക്ക് പോവാം. എവിടെ എത്തിയ വീണ്ടും ബെഡ്റൂമിലെത്തി ഗൈസ്. ഞാൻ അറിയാണ്ട് എൻ്റെ മാജിക്ക് കുറച്ച് ഇങ്ങനെ അത് ഉൾട്ടയാവും. അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് മിത്ത് ഞാൻ ഉറപ്പായിട്ട് കാണിച്ചു തരാം. വീണ്ടും ഇത് ചെയ്തിട്ട് വരാം. സോ ഗൈസ് നമ്മൾ ഇനി സെക്കൻഡ് മിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി ഒരു എന്താ പറയുക വായിൽ ലെമൺ പിഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫേസ് ഭയങ്കര എസ്തറ്റിക് പോലത്തെ എന്തിനാണ്ട് പോലെയാവും. അപ്പോൾ നമുക്ക് ആ മിത്ത് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. സോ ഗൈസ് നമ്മൾ ഇനി ഇത് ലെമൺ എടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് മിത്തിലേക്ക് പോവാം ഗൈസ്. സോ ഗൈസ് ആ മിത്ത് ഭയങ്കര ഫെയിലായി ഗൈസ്. കാരണം എൻ്റെ ആ ലെമൺ ജ്യൂസ് കുടിച്ചപ്പോൾ ഭയങ്കര ഇതായി, ഫേസ് ഒന്നും നന്നായില്ല. പിന്നെ നമുക്ക് തേർഡ് മിത്തിക്ക് പോകാം ഗൈസ്. സോ ഗൈസ് നമ്മളുടെ തേർഡ് മിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ഫെയിലായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ പാടരുത്. ഞാനത് പറയുന്നതാണ് ഗൈസ്. പിന്നെ ഈ നമ്മൾ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 0 മാർക്സ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 അല്ലെങ്കിൽ 0 കിട്ടി കഴിഞ്ഞാൽ എന്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫെയിൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. F എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി നമുക്ക് പിന്നെ പറയാം ഗൈസ്. ആദ്യം നമുക്ക് തിരികെ പോകാം. സോ ഗൈസ് ഒരു പക്ഷേ ഇവിടെ F എന്ന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ 10 മാർക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ ട്രൈ ചെയ്യരുത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരും കൂടി 0 ഇടാം. ഓക്കെ, മിത്ത് സക്സസ്ഫുൾ. ആ മിത്ത് പാസ്ഡ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നെക്സ്റ്റ് മിത്തിലേക്ക് പോവാം. ഓക്കെ, സോ ഗൈസ് വീണ്ടും നമ്മൾ കിച്ചണിലെത്തിയുണ്ട് ഗൈസ്. നെക്സ്റ്റ് മിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ലെമൻ്റെ ആണ്. പക്ഷേ ഇത് നല്ലൊരു മിത്താണ്. പിന്നെ ഇത് സ്കൂൾ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതൊരു മിത്താണ്. നമ്മൾ ഒരു ലെമൺ എടുത്തിട്ട് പിന്നെ അത് ഇയർബഡ്സ് കൊണ്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഹൈലൈറ്ററുമേ ഇതെന്താ പറയുക റഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഹൈലൈറ്റർ ഡിസപ്പിയർ ആവും. അപ്പോൾ നമുക്കത് കാണാം. സോ ഗൈസ് ഇതാണ് നമ്മളുടെ നാരങ്ങ. ഇനി നമുക്ക് മിത്തിലേക്ക് പോവാം ഗൈസ്. സോ ഗൈസ് നമ്മളിനി ഇവിടെ എന്താ പറയുക വീണ്ടും എൻ്റെ സ്റ്റഡി റൂമിലേക്ക് പോവാണ്. കാരണം അവിടെയാണ് ആ മിത്ത് ചെയ്യാൻ പറ്റണത് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. ഇതാണ് ഞാൻ എഴുതിയ സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി ഹൈലൈറ്റ് ചെയ്ത് വരാം. സോ ഗൈസ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് ഞാനത് നോക്കൂ ഗൈസ്. ഇതുകൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിന് നോക്കാം. ഇത് പോകുന്നു.
സോ ഗൈസ് ഈ മിത്ത് ഫെയിൽഡ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മിത്തിക്ക് പോവാം. സോ ഗൈസ് ആ മിത്ത് ഭയങ്കര ഫെയിൽഡായി ഗൈസ്. ഇനി നമുക്ക് നെക്സ്റ്റ് മിത്തിക്ക് പോവാം. ഓക്കെ, സോ ഗൈസ് നമ്മൾ നെക്സ്റ്റ് മിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയുക തല വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അത് കുടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ ഗൈസ്. സോ ഗൈസ് നമ്മൾ വെള്ളത്തിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്, നമുക്ക് വെള്ളം നിറയ്ക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ അമ്മാമ ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ വെള്ളം നിറയ്ക്കാം ഗൈസ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കിടന്ന് കഴിഞ്ഞിട്ട് ടേബിളിന്മേൽ കിടന്ന് കഴിഞ്ഞിട്ട് ഇത് കുടിക്കാൻ പറ്റുമെന്ന് നോക്കാം. സോ ഗൈസ് നമ്മൾ നെക്സ്റ്റ് മിത്തിക്ക് പോകാം ഗൈസ്. ഇതാണ് ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ട് ഗൈസ്, ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മിത്തിക്ക് പോകാം. ഓക്കെ, സോ ഗൈസ് ആ മിത്ത് കുറച്ച് ആവറേജ്ലി കറക്റ്റ് ആയിരുന്നു ഗൈസ്. കാരണം ഫെയിലല്ല, ആവറേജ്ലി ഭയങ്കര ഇതാണ്, പാസ്ഡാണ്. കാരണം മിത്ത് കുറച്ചൊക്കെ വെള്ളം പോവും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കത് പ്രാക്ടീസ് ആവും. ഓക്കെ, വെള്ളം കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗൂഗിൾ മിത്തിലേക്ക് പോകാം ഗൈസ്. സോ ഗൈസ് നമ്മളിനി ഗൂഗിൾ മിത്സിലേക്ക് പോവാണ് ഗൈസ്. അതിന് വേണ്ടി ഞാൻ എൻ്റെ സ്റ്റഡി റൂമിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് പോകാം, ലെറ്റ്സ് ഗോ. സോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് പ്ലീസ്, ഫോർ മോർ വീഡിയോസ് ആൻഡ് ഷോർട്സ്. ഓക്കെ, സോ ഗൈസ് നമ്മൾ സോ ഗൈസ് ഇതാണ് എൻ്റെ റൂം, സ്റ്റഡി റൂം ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ സ്റ്റഡി റൂം ഗൈസ്. അപ്പോൾ നമുക്കിനി ഗൂഗിൾ മിത്സിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, സോ ഗൈസ് നമ്മളിനി കാട്ടാമാരി അടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്കത് നോക്കാം. ഇതേ ഗൈസ് ഈ ബോളുമൊന്ന് നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങൾ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഈ ഏതൊക്കെ ഗൂഗിളിൽ കാണുന്നത് ഈ കാട്ടാമാരിയുടെ സാധനങ്ങളാണ്, അത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഗൂഗിൾ മിത്തിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗൂഗിൾ മിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രേസി ഗെയിംസ് എന്നാണ്. ക്രേസി ഗെയിംസിൽ പല ഗെയിംസ് ഉണ്ട്. ക്യാരംസ്, ലൂഡോ, അങ്ങനത്തെ ഒക്കെ മിസ്സിങ് ഗെയിംസൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കുറേ എന്താ പറയുക ബോക്സിങ്ങിൻ്റെ ഗെയിംസ് ഉണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് മിത്തിലേക്ക് പോകാം ഗൈസ്. നെക്സ്റ്റ് മിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്സ് ലബ് എന്നാണ്. ചിക്സ് ലബ് ഒരു ക്രേറ്ററിൻ്റെ പേരാണ്. അത് ഡൈനോസോഴ്സിനെ ഡിസ്ട്രോയ് ചെയ്ത ഒരു ക്രേറ്ററാണ്, അത് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഈ പോകുന്ന സാധനമാണ് ഡൈനോസോഴ്സിനത് കൊന്നത് ഗൈസ്. ഇനി നമുക്ക് നെക്സ്റ്റ് മിത്തിക്ക് പോകാം. നെക്സ്റ്റ് മിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് RRR എന്നാണ്. RRRൻ്റെ മുകളിലൊരു ബൈക്കും പിന്നെ ഒരു കുതിരയും കാണും. അത് അതിൻ്റെ മൂവീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് മിത്തിക്ക് പോകാം. ലാസ്റ്റ് മിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വെബ്സൈറ്റാണ് ഗൈസ്. തേജ്രാജ് ഗ്രൂപ്പ്സ്, പിന്നെ തേജ്രാജിൽ നിന്ന് അടിച്ചാൽ മതി. ഗ്രൂപ്പ്സിൽ നിന്ന് അടിക്കേണ്ട, തേജ്രാജ് എന്ന് അടിച്ചാൽ മതി. സോ നമുക്കത് കാണാം. സോ ഗൈസ് ഇത് ഞാൻ തേജ്രാജ് ഗ്രൂപ്പ്സിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. അതിനിട്ട് ഗ്രൂപ്പ്സിൽ നിന്ന് വെട്ടിയിട്ട് കട്ട് ചെയ്തിട്ടെന്ന് വെച്ചാൽ തേജ്രാജിലേക്ക് പോവാം. അതിൽ പല നിങ്ങൾക്ക് സ്പേസിനെ കുറിച്ച് അറിയണമെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് ആസ്ട്രോണോമി ഇഷ്ടമാണെങ്കിൽ ഈ വെബ്സൈറ്റ് സൂപ്പറാണ്. അതിൽ പല സാധനങ്ങൾ കിട്ടും. ഇതാണ് പ്രീവിയസ്ലി നമ്മൾ ഒരു ഇമേജ് ഉണ്ടില്ലേ, അതാണ് അവരുടെ CEO. പിന്നെ
ഇതിൽ സ്റ്റാർ ട്രാക്കർ GSO പിന്നെ അങ്ങനത്തെ ഒക്കെ സെലസ്ട്രിയൻ സാധനങ്ങൾ കിട്ടും ഗൈസ്. IPCസും കിട്ടും. ഞാനൊരു കാറ്റഗറി എൻ്റർ ചെയ്തു. ഇന്ന് നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോവാം. सो गाइस इतना लो गाइस मेरे सामने है इंडिया का सबसे बेस्ट और सोफिस्टिकेटेड 50 mm रिफ्रैक्टर टेलीस्कोप. इसके साइज पे मत जाना, छोटा पैकेट और बड़ा धमाका है ये. मैं आपको बताऊंगा 3 ऐसे कारण कि आपको ये टेलीस्कोप क्यों खरीदना चाहिए. कारण नंबर 1, इसके साथ आते हैं 3 हाई क्वालिटी मेटल केल्नर आईपीसेस ऑल 1.25 इंच विद ग्लास लेंसेज. कारण नंबर 2, 1.25 इंच का 2x का बार्लो. पॉइंट नंबर 3, 1.25 इंच का मिरर स्टार डायगोनल. ऐसा कोई भी और 50 mm टेलीस्कोप नहीं है हिंदुस्तान में जिसके साथ 1.25 इंच के एक्सेसरीज 50 mm के टेलीस्कोप के साथ आता है. Contact me on WhatsApp. My WhatsApp number is 9833974700 and my website address is www.tejraj.com. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ഗൈസ്. പിന്നെ നിങ്ങൾ മറക്കരുത് tejraj.com വെബ്സൈറ്റ്. അപ്പോൾ അതിന് സ്റ്റാർ ട്രാക്കർ GSO സെൽസ്ട്രിയൻ പിന്നെ ആക്സസറീസും പിന്നെ IPCസും പിന്നെ കൂടെ സ്റ്റാർ ട്രാക്കിൻ്റെ റെഫ്രിജറേറ്ററും പിന്നെ എല്ലാ ആക്സസറീസും കിട്ടും ഗൈസ്. വേഗം തേജ്രാജ് വെബ്സൈറ്റ്. അപ്പോൾ ശരി, ബൈ ഗൈസ്.